സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ദൈവത്തിന് സ്തോത്രം. സുഖമായിരിക്കുന്നോ? ദൈവത്തിന്റെ കൃപയിൽ വർദ്ധിച്ചു വരുന്നുണ്ടോ? ഒരിക്കൽ കൂടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും മറ്റൊരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അനേകം വിഷയങ്ങളും പാഠങ്ങളും അറിവുകളും ദൈവിക വെളിപ്പാടുകളും പഠിക്കുന്നതിന് വേണ്ടി കർത്താവ് നൽകിയ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഒരു കുടുംബത്തിൽ സ്ത്രീയുടെ ഉത്തരവാദിത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സ്ത്രീ ജ്ഞാനമുള്ളവളാണെങ്കിൽ തന്റെ മക്കളെ നോക്കി വളർത്തുവാനിടയാകും. തന്റെ ഭർത്താവിനെയും തന്റെ കുടുംബത്തെയും നന്നായിട്ട് നടത്താനിടയാകും. അതുകൊണ്ട് ഈ ദിവസം ആഹാബ് എന്ന ഒരു രാജാവിന്റെ ചരിത്രത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. ഇദ്ദേഹം ഒരു ദുർമാർഗിയായിരുന്നു. രാജാവായി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. എന്നാൽ ദൈവത്തോട് അല്പം പോലും കൃതജ്ഞത ഉള്ളവനായിട്ട് ജീവിച്ചില്ല. അതുപോലെ തന്നെ അവൻ ചെയ്ത വലിയൊരു തെറ്റെന്താണെന്ന് വെച്ചാൽ ദൈവത്തിന് ഹിതമല്ലാത്തതായ, ദൈവത്തിന് ഇഷ്ടമല്ലാത്തതായ ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുവാനും ഇടയായി. ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അവളുടെ പേരാണ് ഇസബേൽ. അവരുടെ ദാമ്പത്യം എന്തായിത്തീരും? ആഹാബിന്റെയും ഇസബേലിന്റെയും. ബൈബിളിൽ പറയുന്ന നാബാലിന്റെയും അബിഗേലിന്റെയും ചരിത്രം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അവരുടെ ജീവിതത്തിൽ നാബാൽ ദുർമാർഗിയായിരുന്നതായ സമയത്ത് അബിഗേൽ ദൈവഹിതപ്രകാരം ജീവിച്ചതുകൊണ്ട് കുടുംബത്തെ പണിയാനിടയായി. എന്നാൽ ഇവിടെ ആഹാബ് ദുർമാർഗിയായ ഒരു വ്യക്തിയാണ്. അതിനോടൊപ്പം തന്നെ ഇസബേലും ഒരു ക്രൂരയായിട്ട്, ദുഷ്ടയായിട്ട്, നീചപ്രവർത്തികൾ ചെയ്യുന്നതായ ഒരു സ്ത്രീയായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അങ്ങനെയായിരിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ സ്ഥിതി എന്താകുന്നു? ആ കുടുംബത്തിലെ സാഹചര്യം എന്താണെന്ന് ശ്രദ്ധിക്കാം. ഈ ആഹാബ് രാജാവാണ്. രാജാവാണെങ്കിൽ പ്രജകളെയെല്ലാം ഭരിക്കണം. രാജാവിന്റെ കൽപ്പന എത്ര ശക്തിയുള്ളതാണ്! ജനത്തെ ഭരിക്കുന്നതായ വ്യക്തി ആദ്യം തന്റെ കുടുംബത്തെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. തന്റെ ഭാര്യയുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കണം. തന്റെ മക്കളെ വളർത്തിക്കൊണ്ടുവരണം. അതാണ് പുരുഷന്റെ ലക്ഷണം. തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും പരിപോഷിക്കണം. അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ നോക്കി കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കണം. അവരുടെ കാര്യങ്ങളെല്ലാം നടത്തണം. കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തണം. കുടുംബത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതായ പുരുഷൻ ഒരുപക്ഷെ കഴിവില്ല എങ്കിൽ ആ കുടുംബത്തിലെ സ്ത്രീ ആ ഭരണം ഏറ്റെടുക്കാനിടയാകും. നല്ലതാണ്. പുരുഷൻ കഴിവില്ലാത്തവനാണെങ്കിൽ ഭാര്യ ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കുടുംബത്തെ നോക്കി പരിപോഷിച്ച് നടത്തുന്നത് നല്ല കാര്യമാണ്. എന്നാൽ ഇവിടെ ഈ മൂഢൻ കുടുംബത്തെക്കുറിച്ച് അല്പം പോലും ശ്രദ്ധിക്കാത്ത വ്യക്തിയായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ രാജ്യത്തെ എങ്ങനെയാണ് ഭരിക്കുന്നത്? രാജ്യത്തെ പരിപാലിക്കുന്നതിന് മുൻപ് നിന്റെ ചെറിയ രാജ്യമായത്, അതായത് നിന്റെ കുടുംബത്തെ, നിന്റെ വീടിനെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. നീ രാജാവാകുന്നുവെങ്കിൽ നിന്റെ ഭാര്യ രാജ്ഞിയാണ്. നീ രാജാവാകുന്നുവെങ്കിൽ നിന്റെ മക്കൾ രാജകുമാരന്മാരാണ്. നിന്റെ വീട് ഒരു ചെറിയ രാജ്യമാണ്. ആ രാജ്യത്തെ മനോഹരമായിട്ട് നടത്തണം. നിനക്ക് ലഭിക്കുന്ന സമ്പാദ്യത്താൽ നിന്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കി നടത്തണം. നിന്റെ ആവശ്യങ്ങളനുസരിച്ച് സാധനങ്ങളെല്ലാം വാങ്ങണം. ആഹാരമെല്ലാം തക്ക സമയത്ത് എത്തിച്ചു കൊടുക്കണം. ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കണം. മക്കളെ ശ്രദ്ധയോടെ വളർത്തിക്കൊണ്ട് വരണം. അവരുടെ ഭാവിയെ സംബന്ധിച്ച് വ്യക്തമായ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കണം. ഇവയെല്ലാം മനസ്സിലാക്കി ഭാര്യയുമായിട്ട് ചേർന്ന് രണ്ടുപേരും ഐക്യതപ്പെട്ട കുടുംബത്തെ നടത്തണം. എന്നാൽ ഇവിടെ ആഹാബിനെ നോക്കുമ്പോൾ രാജാവായിരിക്കുമ്പോൾ തന്നെ ഒരു കൊച്ചുകുട്ടികളുടെ സ്വഭാവമാണ് ഉള്ളത്. കൊച്ചുകുട്ടികൾക്ക് എങ്ങനെ ഉത്തരവാദിത്തമുണ്ടായിരിക്കുമോ? അവർക്ക് ജീവിതം കളിയാണ്, അവർക്ക് മത്സരമാണ്. എന്നാൽ ഉത്തരവാദിത്തമുള്ള, പക്വതയുള്ളതായ ഒരു വ്യക്തിക്ക് ഉത്തരവാദിത്തോടെ ജീവിക്കാൻ കഴിയണം. ബാധ്യതയുള്ളവനായി ജീവിക്കാൻ കഴിയണം. ഈ കാര്യപരിപാടി വീക്ഷിക്കുന്ന പ്രിയ സഹോദര, നീ നിന്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നവനാണോ? നീ ഉത്തരവാദിത്തമുള്ളവനാണോ? നിന്റെ മക്കൾക്ക് നല്ലൊരു പിതാവാണോ? നിന്റെ മക്കളുടെ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ നോക്കി നടത്തുന്നുണ്ടോ? സമൂഹത്തിൽ ഒരു നല്ല വ്യക്തിത്വം ഉള്ളവനായിട്ട് നിന്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടോ? എല്ലാവരാലും തള്ളപ്പെട്ടിട്ട് നിന്ദിക്കപ്പെട്ടു പോകുന്നു എന്ന് നീ പറയുന്നു. എന്നാൽ അതിന്റെ കാരണം എന്താണ്? ഒരുപക്ഷെ ലോകക്കാർ നിന്നെ തള്ളിക്കളഞ്ഞാൽ അത് വേറൊരു കാര്യം. എന്നാൽ നിന്റെ വീട്ടുകാർ തന്നെ നിന്നെ തള്ളിക്കളഞ്ഞാൽ നിന്റെ പ്രവൃത്തി ശരിയല്ലെന്നാണ് അർത്ഥം.
ഈ ആഹാബിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ വിചിത്രമാണ്. ഈ രാജകൊട്ടാരത്തിന്റെ അടുത്ത് തന്നെ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അത് ദരിദ്രനായ ഒരു മനുഷ്യന്റെ തോട്ടമായിരുന്നു. ഒരു ദിവസം രാജാവ് രാജകൊട്ടാരത്തിൽ ഉലാത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ തോട്ടം കാണുവാനിടയായി. അതിന്റെ യജമാനനെ അപ്പോൾ തന്നെ വിളിച്ചു വരുത്തി, ഈ തോട്ടം എനിക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചു. ആ മുന്തിരിത്തോട്ടത്തോട് രാജാവിന് ആശയുണ്ടായി. രാജാവ് വിചാരിച്ചാൽ അദ്ദേഹത്തിന് എത്ര തോട്ടം വേണമെങ്കിലും വാങ്ങിക്കാൻ കഴിയും. പിന്നെ എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ടവന്റെ തോട്ടത്തിൽ തന്നെ ആശ വെച്ചത്? അത് ബാലിശമായ സ്വഭാവമാണല്ലോ. ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ ഒരു പാവ ഇരിക്കുമ്പോൾ തന്നെ അടുത്തുള്ള കുട്ടിയുടെ കയ്യിലിരിക്കുന്ന പാവയെ വേണമെന്ന് പറഞ്ഞ് കരയാനിടയാകും. അതുപോലെ അത്യാഗ്രഹം സകല ദുഃഖത്തിന്റെയും കാരണമാണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ വസ്തുക്കൾ കണ്ടിട്ട് നമുക്കത് വേണമെന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്നത്? നമുക്കും അതുപോലെയുള്ളത് വേണമെന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നിനക്ക് ദുഃഖം വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നിന്റെ ബലഹീനത കാരണമായിട്ട് എല്ലാവരാലും നീ നിന്ദിക്കപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അന്യരുടെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്. അത് നമുക്ക് നല്ലതല്ല. നിനക്ക് ഉള്ളതിനെക്കുറിച്ച് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. എന്തെങ്കിലും നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് നീ പ്രാർത്ഥിക്കുക. അതുപോലെ അധ്വാനിച്ചിട്ട് വാങ്ങുക. അതല്ലാതെ അവർക്കതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞ അത്യാഗ്രഹത്തോടെ എന്തിനാണ് വാങ്ങുന്നത്, കടം വരുത്തിവെക്കുന്നത്? ഈ ആഹാബിന്റെ ബുദ്ധി നോക്കുക. ആ മുന്തിരിത്തോട്ടം തനിക്ക് വേണമെന്ന് പറയുന്നു. ആ പാവപ്പെട്ടവൻ പറഞ്ഞു, ഇതെന്റെ ആസ്തിയല്ല, എന്റെ പിതാക്കന്മാർ എനിക്ക് തന്നതായ സമ്പത്താണ്. ഇത് ഞാൻ ഒരിക്കലും വിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. ഇതെനിക്ക് ഒരുപാട് ശ്രേഷ്ഠമായതാണ്. അതുകൊണ്ട് ഇതിനേക്കാൾ വലിയ തോട്ടം എനിക്ക് പകരമായിട്ട് തന്നാലും ഇത് ഞാൻ വിൽക്കുകയില്ല എന്ന് പറഞ്ഞു. അതിൽ തെറ്റ് എന്താണുള്ളത്? ഇത് എന്റെ തോട്ടമാണ്, ഞാൻ കൊടുക്കില്ല. ഈ തോട്ടം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഇത് ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ രാജാവ് കോപിക്കാനിടയായി. കോപിച്ച് ദുഃഖത്തോടുകൂടി കട്ടിലിന്മേൽ കയറി കിടക്കുവാനിടയായി. സാധാരണ വ്യസനിച്ചിട്ട് മുഖം കറുപ്പിച്ച് കട്ടിലിൽ മാറിക്കിടക്കുന്നത് ആരാണ്? സ്ത്രീകളാണ്. ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് കോപിക്കാനിടയാകും, ദേഷ്യപ്പെടാനിടയാകും, പിണങ്ങാനിടയാകും. ഒരു പുരുഷനെങ്ങനെ പിണങ്ങുന്നത് എത്ര ഹീനമായ സ്ഥിതിയാണ്. അതും ഒരു രാജാവാണെന്നോർക്കണം. അതും ഒരു പാവപ്പെട്ട മനുഷ്യൻ തന്റെ വസ്തു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് പിണങ്ങി എന്തിനാണ് മാറിക്കിടക്കുന്നത്? രാജ്യത്തെ പരിപാലിക്കേണ്ടതായ രാജാവ് ഒരു ചെറിയ വസ്തുവിനു വേണ്ടി ആഗ്രഹിച്ചിട്ട് വിഷമിച്ചു കിടക്കുകയാണ്. അങ്ങനെ പ്രവർത്തിച്ചാൽ രാജ്യത്തിന്റെ അവസ്ഥ എന്താകും? ഇസബേല് ആ ഭരണം ഏറ്റെടുക്കുവാൻ ഇടയായി. രാജാവ് കിടക്കയിൽ കയറി കിടന്നപ്പോൾ രാജ്ഞി ഭരണം ആരംഭിച്ചു. തന്റെ ഇഷ്ടാനുസരണം ഭരണം നടത്തി രാജ്യത്തെ തെറ്റായ മാർഗത്തിൽ നടത്തി. നമുക്കുള്ള അധികാരം നാം ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ അധികാരം മറ്റൊരാൾ കൈയടക്കിയിട്ട് ദുർവിനിയോഗം ചെയ്യുവാനിടയാകും. നിന്റെ കടമ നീ നിർവഹിക്കാതെയിരിക്കുമ്പോൾ ആ കടമ മറ്റാരെങ്കിലും ഏറ്റെടുക്കുകയും അത് നീചമായ ഒരു അവസ്ഥയിലേക്ക് വീണുപോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പണി നാം ചെയ്യണം. ഈ ആഹാബ് വ്യസനിച്ച് കട്ടിലിൽ കയറിയിട്ട് മുഖം വീർപ്പിച്ചു കിടന്നു. നോക്കൂ, ആഹാബ് വ്യസനവും നീരസവും പൂണ്ട് തന്റെ അരമനയിലേക്ക് ചെന്നു. ഭക്ഷണമൊന്നും കഴിക്കാതെ കട്ടിലിന്മേൽ മുഖം തിരിച്ചു കിടന്നു. കണ്ടില്ലേ, വ്യസനിച്ച് മുഖം വെറുപ്പിച്ചുകൊണ്ട് കട്ടിലിൽ കയറി കിടക്കുകയാണ്. ആരോടും മിണ്ടാതെ ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നു. ഇതൊരു പുരുഷന്റെ സ്വഭാവമാണോ? പുരുഷനെ പോലെ തന്നെ ജീവിക്കുക, പൗരുഷത്തോടുകൂടി ജീവിക്കുക, നിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക. ചെറിയ ചെറിയ വിഷയങ്ങൾക്കും സ്ത്രീകളെപ്പോലെ പിണങ്ങുന്നത് നല്ലതല്ല. ദേഷ്യം വരുന്ന സമയത്ത് ആ ദേഷ്യത്തെ വെളിപ്പെടുത്തുവാൻ കഴിയാത്തവരാണ് പിണങ്ങുന്നത്. മുഖം വീർപ്പിച്ച് നടക്കും, ആരോടും മിണ്ടാതെ കട്ടിലിൽ കയറി ഏകനായിട്ട് കിടക്കും. ഈ ആഹാബ് അങ്ങനെയുള്ള സ്ഥിതിയിൽ ആയിരുന്നു. എന്നാൽ ആ സമയത്ത് ഇസബേൽ കടന്നു വന്നിട്ട്, അവന്റെ ഭാര്യ വന്നിട്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്? അത് ശരിയല്ല. സിംഹാസനത്തിൽ പോയി ഭരണകാര്യങ്ങളെല്ലാം നോക്കേണ്ടതല്ലേ, എത്രയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ആ അയൽക്കാരനായ വ്യക്തി എനിക്ക് ആ വസ്തു നൽകുന്നില്ല. അതെനിക്ക് ഒരുപാട് ദുഃഖമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ദുഃഖിച്ച് കിടക്കുന്നത് എന്ന് തന്റെ ഭാര്യയോട് പറഞ്ഞു. അപ്പോൾ അവന്റെ ഭാര്യ എന്തു പറഞ്ഞു? അപ്പോൾ അവന്റെ ഭാര്യ ഇസബേൽ അവന്റെ അടുക്കൽ വന്നു. ഭക്ഷണമൊന്നും കഴിക്കാതെ ഇത്ര വ്യസനിച്ചിരിക്കുന്നത് എന്ത് എന്നവനോട് ചോദിച്ചു. അവൻ അവളോട്, ഞാൻ ഇസ്രായേലിനായ നാബോത്തിനോട് നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വിലയ്ക്ക് തരേണം, അല്ല നിനക്ക് സമ്മതമെങ്കിൽ അതിനു പകരം വേറെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടം നിനക്ക് തരികയില്ല എന്ന് പറഞ്ഞുകൊണ്ടത്രേ എന്ന് പറഞ്ഞു. അവന്റെ ഭാര്യ ഇസബേൽ അവനോട്, നീ ഇന്ന് ഇസ്രായേലിൽ രാജ്യഭാരം വഹിക്കുന്നുവോ? എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക, നിന്റെ മനസ്സ് തെളിയട്ടെ. ഇസ്രായേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞു. കേട്ടില്ലേ? എന്താണ്, അങ്ങ് രാജാവാണല്ലോ, എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കൂ. ആ സ്ഥലം ഞാൻ തന്നെ വാങ്ങിപ്പിച്ചു തരാം
എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തുകയാണ്. പാവപ്പെട്ടവന് ഒരു ചെറിയ മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിനുമേൽ തന്റെ മനസ്സ് വെച്ചിട്ട് വളരെ ശ്രേഷ്ഠമായിട്ട് അതിനെ വളർത്തിക്കൊണ്ടുവരാനിടയായി. അത് തന്റെ പിതാക്കന്മാരുടെ അവകാശമായി കിട്ടിയതായതുകൊണ്ട് വളരെ ശ്രേഷ്ഠതയോടെ നോക്കി. അവൻ ആകപ്പാടെയുള്ള സമ്പത്ത് ആ ചെറിയ തോട്ടമാണ്. അതവൻ നൽകുകയില്ലെന്ന് പറയുമ്പോൾ ഞാനത് വാങ്ങിത്തരാമെന്നാണ് പറയുന്നത്. ഈ ഭാര്യ തന്റെ ഭർത്താവിനെ സഹായിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ അത് യഥാർത്ഥമായിട്ടും സഹായമാണോ? അനേകം ഭീരുക്കളായിരിക്കുന്നതായ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ കൈകളിൽ ഇങ്ങനെ അകപ്പെടുന്നുണ്ട്. ഒരു യോഗ്യയായ സ്ത്രീ ആയിരിക്കുന്നുവെങ്കിൽ ആ ഇസബേൽ എന്താണ് പറയേണ്ടിയിരുന്നത്? എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ ചിന്തിക്കുന്നത്? ഇത്ര വലിയൊരു രാജ്യം നമുക്ക് ദൈവം നൽകിയിട്ടുണ്ടല്ലോ. ഈ ദേശം മുഴുവനും നമ്മുടേതല്ലേ? ഈ രാജ്യത്തിലെ രാജാവല്ലേ അങ്ങ്? എന്തിനാണ് പാവപ്പെട്ടവർക്ക് നാമല്ലേ സഹായം ചെയ്യുന്നത്? അവരുടെ വസ്തു നാം എന്തിനാണ് ആഗ്രഹിക്കുന്നത്? എന്തിനാണ് ആവശ്യമില്ലാത്ത ഈ അത്യാഗ്രഹം നിങ്ങൾ സൂക്ഷിക്കുന്നത്? അത് നമുക്ക് വേണ്ട. പാവമാണ്. അദ്ദേഹം വളരെ ആഗ്രഹത്തോടുകൂടി വളർത്തുന്ന ആ തോട്ടത്തെ അദ്ദേഹം തന്നെ സ്വന്തമാക്കട്ടെ. നമുക്ക് വേറെ മുന്തിരിത്തോട്ടം വാങ്ങാമല്ലോ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അതാകുന്നു ശരിയായ ഉപദേശം. അതുപോലെ തന്നെ പറയണമായിരുന്നു, എന്തിനാണ് നിങ്ങൾ സ്ത്രീകളെപ്പോലെ ഇങ്ങനെ മുഖം പിറുപ്പിച്ച് കിടക്കുന്നത്? അങ്ങ് ഒരു രാജാവാണ്. അങ്ങ് ധൈര്യത്തോടുകൂടി ഭരിക്കേണ്ട വ്യക്തിയാണ്. ഇങ്ങനെയുള്ള സ്വഭാവം ഒരിക്കലും അങ്ങയ്ക്ക് യോജിക്കുന്നതല്ല എന്നായിരുന്നു വ്യക്തമായ മറുപടി കൊടുക്കേണ്ടത്. എന്നാൽ അങ്ങനെയൊന്നും പറയാതെ നിങ്ങളെന്തിനാണ്, ഞാനിവിടെയുണ്ടല്ലോ എന്ന് ഒരു ഭർത്താവ് ഭാര്യയോട് പറയുന്നത് പോലെ ഇവിടെ ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്. പോട്ടെ, ഒരു കഷ്ടതയുടെ സമയത്ത്, നിരാശയുടെ സമയത്ത്, ഒരു ദുഃഖത്തിന്റെ സമയത്ത് ഞാനുണ്ട്, ഭയപ്പെടേണ്ട എന്ന് ഒരു ഭാര്യ ഭർത്താവിനോട് പറയുന്നത് നല്ലതാണ്. എന്നാൽ ഇവിടെ ഒരു നീചകാര്യം ചെയ്യുന്നതിനു വേണ്ടി, ഒരു ദുഷ്ടകാര്യം പ്രവർത്തിക്കുന്നതിനു വേണ്ടി ആഹാബിന് കഴിയാതെയിരിക്കുമ്പോൾ ആ നാബോത്തിനെ ഞാൻ തന്നെ കൊല്ലിച്ചിട്ട് ആ തോട്ടം നിങ്ങൾക്ക് വാങ്ങിത്തരാം എന്ന് ഒരു ദുഷ്ടയായ സ്ത്രീ പ്ലാൻ ചെയ്യുകയാണ്. എത്ര നീചമായ കാര്യം! അവന്റെ വസ്തു അവൻ കൊടുക്കില്ലാത്തതുകൊണ്ട് ഞാൻ അവനെ കൊല്ലിച്ചു കളയാം എന്ന് പറഞ്ഞ് കുറെ ആളുകളെ വിളിച്ചുകൂട്ടിയിട്ട് അവർക്ക് കുറെ പണം കൊടുത്ത് ആ നാബോത്തിനെ കൊല്ലിച്ചിട്ട് ഭർത്താവിന് വേണ്ടി ഏതോ വലിയ കാര്യം ചെയ്തെന്ന ഭാവത്തിൽ ഇതാ ഞാൻ നാബോത്തിനെ കൊല്ലിച്ചു കളഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ചെന്നിട്ട് ആ മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്തിക്കൊള്ളുക എന്ന് പറഞ്ഞെന്ന്. ഹോ, എത്ര വിചിത്രമാണ്! ഈ കാലത്ത് സ്ത്രീകൾ തങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം തന്നെ കളയുന്നു. അവരുടെ മാതൃത്വം നഷ്ടമായിരിക്കുന്നു. അവരുടെ അനുകമ്പ പോയിരിക്കുന്നു. സ്ത്രീകളിലുണ്ടായിരിക്കുന്ന സൗമ്യത, സ്ത്രീകളിലുണ്ടായിരിക്കുന്ന അമ്മ, സ്ത്രീകളിലുണ്ടായിരിക്കുന്നതായ സഹോദരിത്വം ഈ കാലത്ത് വളരെ കുറഞ്ഞു പോകുന്നു. ഒരുപക്ഷെ ഇത് കേട്ട് നിങ്ങൾക്ക് കോപമുണ്ടാകാം, എന്നാൽ ഇത് സത്യമാണ്. സ്ത്രീ എത്ര സൗമ്യതയുള്ളവളായിട്ടാണ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതെന്നറിയാമോ? അമ്മ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ അവസ്ഥ എന്തായിത്തീരുമെന്നറിയാമോ? ഒരു നിമിഷം നിങ്ങളുടെ മാതാവിനെ ഓർക്കുക. മാതാവിന്റെ ആ സ്നേഹം, മാതാവിന്റെ കരുതൽ, മാതാവിന്റെ കയ്യിലുണ്ടായിരിക്കുന്നതായ വാത്സല്യം, അമ്മയുടെ കരം പിടിച്ച് നടന്നതായ ആ ദിവസങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക. ആ സ്നേഹം, ആ വാത്സല്യം, ആ സംതൃപ്തി ഈ ലോകത്തിൽ മറ്റെവിടെയെങ്കിലും ലഭിക്കുമോ? അതുകൊണ്ടാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത് അമ്മയായിട്ട്. ദൈവം സ്ത്രീയെ സൃഷ്ടിച്ച് നമുക്ക് വേണ്ടി നൽകിയത്, നമ്മെ പെറ്റ് വളർത്തി വലുതാക്കിയത് ഒരു സ്ത്രീയാണ്. അത് കർക്കശ്യത്തോടുകൂടിയല്ല, അത് വടിയെടുത്തുകൊണ്ടല്ലായിരുന്നു, അത് വളരെ കോപത്തോടുകൂടി അല്ലായിരുന്നു. തൻ്റെ ഭർത്താവിന് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി എത്രത്തോളം ത്യാഗം അനുഭവിച്ചാണ് ഒരു മാതാവ് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് എന്ന് ഒരു നിമിഷം ഓർക്കുക. അതെ, അമ്മയ്ക്ക് പകരമായിട്ട് തന്നെയാണ് ദൈവം മനുഷ്യന് പിന്നെ ഭാര്യയെ കൊടുത്തത്. മാതാപിതാക്കളുടെ അരികിൽ വളർന്നതായ ഒരു യൗവനക്കാരൻ ഒരു അമ്മയുടെ കരുതലും വാത്സല്യവുമൊക്കെ ഭാര്യയിൽ കാണണമെന്ന് പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ആ ഭാര്യയിൽ കൂടി അമ്മയുടെ സ്നേഹം കിട്ടണം. അതെ, ചെറുപ്പത്തിൽ നമ്മെ പെറ്റുവളർത്തിയ അമ്മ, എന്നാൽ നാം മുതിർന്നു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അമ്മ നമ്മുടെ ഭാര്യയാണ്. എന്നാൽ ആ ഭാര്യ ദുഷ്ടയാണെങ്കിൽ, ക്രൂരയാണെങ്കിൽ, മൂഢയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിത്തീരും പറയുക. ഈ ഇസബേലിനെ നോക്കുമ്പോൾ ചെറിയൊരു വിഷയത്തിനു വേണ്ടി ആ വ്യക്തിയുടെ ജീവൻ എടുത്തിട്ട് അവരുടെ ആഗ്രഹം സാധിപ്പിക്കുന്നു. ഒരുപക്ഷെ ആ സമയത്ത് പോലും ആഹാബ് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, ഈ വിഷയത്തിനു വേണ്ടി എന്തുകൊണ്ടാണ് ഒരുവന്റെ ജീവനെടുത്തത് എന്ന് പറഞ്ഞ് ഇസബേലിനോട് ചോദിച്ചില്ല. എങ്ങനെയാണെങ്കിലും എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി കാര്യം ചെയ്തു തന്നു എന്ന് പറഞ്ഞ് സന്തോഷിച്ചു. ഇന്ന് അനേകം മദ്യപാനികളായിരിക്കുന്ന ഭർത്താക്കന്മാർ ഭാര്യമാരെ ചൂഷണം ചെയ്താണ് ജീവിക്കുന്നത്. പണം പണം പണമെന്ന് പറഞ്ഞ് ഓരോ തവണയും ഭാര്യയോട് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പാവം ഭാര്യ
തന്റെ കഴുത്തിലും കാതിലും കിടക്കുന്ന സ്വർണമൊക്കെ വിറ്റിട്ടാണ് ആ ഭർത്താവിന് കൊടുക്കുന്നത്. അത് വാങ്ങിയിട്ട് ഇനിയും വേണമെന്ന് പറയുമ്പോൾ എന്താണ് അവൾ ചെയ്യേണ്ടത്? നീ എവിടെയെങ്കിലും പോവുക, എന്ത് വേണമെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോവുക, എന്ത് വന്നാലും എനിക്ക് മദ്യം കുടിക്കാൻ ആവശ്യമായ പണം വേണമെന്ന് പറയുന്ന ഭർത്താക്കന്മാർ ഉണ്ടല്ലോ ഇന്ന്. എങ്ങനെയാണെങ്കിലും തന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ പലപ്പോഴും കഷ്ടത അനുഭവിച്ച് പ്രയാസപ്പെടുന്നതാണ് കാണുന്നത്. നിന്റെ ഭർത്താവിന്റെ നീചമായ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി നീ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഈ ഇസബേൽ അങ്ങനെ ചെയ്തില്ല എന്ന് വിചാരിക്കുക. അവൾ രാജ്ഞിയാണല്ലോ, അവൾക്ക് തക്കതായ അധികാരമുണ്ടല്ലോ. കഴിവില്ലാത്ത ഭർത്താവ് അധികാരത്തെ ഭാര്യയെ ഏൽപ്പിക്കാനിടയായല്ലോ. അവൾ അത് ദുർവിനിയോഗം ചെയ്ത് തന്റെ ഇഷ്ടമനുസരിച്ച് ഭരണം നടത്തുന്നതായിട്ടും മനുഷ്യരെ കുല ചെയ്യുന്നതായിട്ടും ക്രൂരമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടും കാണുന്നു. അതുകൊണ്ട് ആർക്കാണ് നഷ്ടം വന്നത്? ഒരു നിർദോഷിയുടെ രക്തം ഒഴുക്കിയാൽ അത് വെറുതെ ഇരിക്കുമെന്നാണോ വിചാരിക്കുന്നത്? കൊലപാതകം ചെയ്യരുത് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. കൊലപാതകം ചെയ്ത വ്യക്തിയുടെ മനസ്സെന്തായിരിക്കുമെന്നറിയാമോ? അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർക്ക് സമാധാനം കാണുകയില്ല. ആരാണോ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നത്, അവരുടെ ജീവിതത്തിലും ദോഷം തന്നെ സംഭവിക്കും. എന്തുകൊണ്ടെന്നാൽ നാം വിതയ്ക്കുന്നത് തന്നെയാണ് കൊയ്യുവാനിടയാകുന്നത്. നാം മറ്റുള്ളവർക്ക് എന്തു ചെയ്യുന്നുവോ അതുതന്നെ നമുക്കും തിരിച്ചു കിട്ടും. നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, ദോഷം ചെയ്താൽ ദോഷം തന്നെ നമുക്ക് തിരികെ ലഭിക്കാനുമിടയാകും. ആ വിഷയം മനസ്സിലാക്കാനായിട്ട് ഇവിടെ അധികം സമയം വേണ്ടി വന്നില്ല. ആഹാബിനും ഇസബേലിനും ഒരു മകനും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ മകൻ എങ്ങനെയാണ് വളർന്നു വന്നത്, ഇവർ എങ്ങനെയാണ് അവരെ വളർത്തിയത് എന്നൊന്നും നാം പറയേണ്ടതായ കാര്യമേയില്ല. രണ്ടുപേരുടെയും സ്വഭാവമുള്ളതായ അവൻ കൂടുതൽ ദുഷ്ടൻ തന്നെയായിരിക്കും. അടുത്ത രാജാവായിരിക്കേണ്ടതായ അവൻ തന്റെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ളതായ അനുഗ്രഹവുമില്ലാതെയിരിക്കുന്നു. അതാണ് ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ കാവലും അവരെ വിട്ടുമാറിയിരുന്നു. ദൈവം വിട്ടുകളഞ്ഞവരെ സംബന്ധിച്ച് അവർക്ക് ജീവിതത്തിൽ മുഴുവനും കഷ്ടമായിരിക്കും. ദൈവം ഉപേക്ഷിച്ചു കളഞ്ഞ വ്യക്തികൾ എല്ലാ രീതിയിലും കഷ്ടത അനുഭവിക്കും. കുറച്ച് സ്ഥലത്തിനു വേണ്ടി ഒരു കൊലപാതകം ചെയ്യുന്നത്, കുറച്ച് പണം കൊടുത്ത് ദുഷ്ടത പ്രവർത്തിക്കുന്നത്, നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറ്റാൻ മറ്റുള്ളവർക്ക് ദോഷം പ്രവർത്തിക്കുകയാണെങ്കിൽ അത് എത്രമാത്രം ദോഷകരമായിരിക്കും എന്ന് ഈ കുടുംബത്തിൽ കാണാം. ഒരു പ്രവാചകൻ വന്ന് ദൈവത്തിന്റെ ആലോചനയെ ഇവർക്ക് അറിയിച്ചു കൊടുക്കാനിടയായി. ഏതോ സ്ഥലത്ത് വെച്ചാണോ നാബോത്തിന്റെ രക്തത്തെ, അതായത് ആ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമയുടെ രക്തത്തെ നായ്ക്കൾ നക്കിയത്, അതേ സ്ഥലത്തു തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കുമെന്ന് പറഞ്ഞു. നീ കൊല ചെയ്യുകയും കൈവശമാക്കുകയും ചെയ്തുവോ എന്ന് യഹോവ ചോദിക്കുന്നു. നായ്ക്കൾ നാബോത്തിന്റെ രക്തം നക്കിയ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നക്കിക്കളയുമെന്ന് യഹോവ കൽപ്പിക്കുന്നു എന്ന് അവനോട് പറക. അതുപോലെ തന്നെ ആഹാബും അവന്റെ മകനും യുദ്ധത്തിൽ മരണപ്പെട്ടു. അപ്പോൾ വിധവയായിട്ട് ഇസബേൽ മാറാനിടയായി. അപ്പോഴെങ്കിലും ബോധമുദിച്ചിരുന്നുവെങ്കിൽ അവളുടെ ജീവിതം മാറിപ്പോയേനേയും. ഭർത്താവിനെ നഷ്ടപ്പെട്ടതിന് ശേഷവും മകനെ നഷ്ടപ്പെട്ടതിന് ശേഷവും കഠിനമായ സ്വഭാവത്തോടു കൂടിയുള്ളവളായിരുന്നു ഈ ഇസബേൽ. മാതൃത്വത്തിന്റെ വിലയറിയാത്ത ഇസബേല് മകൻ മരിച്ച സമയത്തും ഒരു തരത്തിലുള്ള ദുഃഖവും അവളെ വേട്ടയാടിയില്ല. ഭർത്താവ് മരിച്ചെന്ന് അറിഞ്ഞ സമയത്തും യാതൊരു പശ്ചാത്താപവും അവളിൽ കാണുന്നില്ല. ഭർത്താവിനെ കൊന്നതായ വ്യക്തി ഇവളുടെ സ്ഥലത്തേക്ക് വന്നതായ സമയത്ത് അത് ജനലിൽ കൂടി കണ്ടതായ ഇവൾ എന്തു ചെയ്തുവെന്ന് നോക്കുക. യേഹൂ ഇസ്രായേലിൽ വന്നത് ഇസബേൽ കേട്ടിട്ട് തന്റെ കണ്ണിൽ മഷി എഴുതി തല ചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിലിൽ കൂടി നോക്കി. മകൻ മരിച്ചുപോയിരിക്കുന്നു, ഭർത്താവ് മരിച്ചുപോയിരിക്കുന്നു, അവരെ കൊന്നവൻ തന്റെ അരികിലേക്ക് വരികയാണ് എന്നു മനസ്സിലായ ഈ സ്ത്രീ എന്താണ് ചെയ്തത്? വ്യസനമുഖവുമായിട്ട് കാത്തുരക്ഷിക്കണമേ എന്ന് യാചിക്കുന്നതിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണോ? ഒരിക്കലുമല്ല. മുഖം മിനുക്കിയിട്ട് അവൾ കണ്ണെഴുതിക്കൊണ്ട്, അതായത് നല്ലവണ്ണം മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ട് അലങ്കാരത്തോടുകൂടി ജനലിൽ കൂടി നോക്കിയിരിക്കുകയാണെന്ന്. എത്ര നീചമായ സ്വഭാവമാണ്! തന്റെ സൗന്ദര്യം ഉപയോഗിച്ച്, തന്റെ അഴകുപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ വശീകരിക്കുവാനും അവരെ നശിപ്പിക്കുവാനുമാണ് അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെത്ര വഞ്ചനാകരമാണ്! സൗന്ദര്യം മായയാണ്, അഴക് മായയാണ് എന്ന് വേദപുസ്തകത്തിൽ പറയുന്നത് ഓർക്കുന്നുണ്ടോ? നിന്റെ വസ്ത്രധാരണത്തിൽ കൂടിയോ നിന്റെ അഴകിൽ കൂടിയോ മറ്റുള്ളവരെ ആകർഷിക്കുന്ന സ്വഭാവം നിനക്കുണ്ടെങ്കിൽ അത് നീചമായ മനസ്സാണെന്ന് ഓർക്കുക. നിന്റെ അന്തരംഗമാണ് ഏറ്റവും മനോഹരമായിരിക്കേണ്ടത്. നിന്റെ ശാരീരിക സൗന്ദര്യം കൊണ്ടല്ല മറ്റുള്ളവരെ നീ ആകർഷിച്ച് എടുക്കേണ്ടത്, മറിച്ച് നിന്റെ വ്യക്തിത്വം കൊണ്ടാണ്. ഈ മൂഢയായിരിക്കുന്ന ഇസബേൽ യാതൊരു തരത്തിലുള്ള ദുഃഖവും ഇല്ലാത്തവളായി, പശ്ചാത്താപം ഇല്ലാത്തവളായിട്ട്
ഭർത്താവും മകനും മരിച്ചു പോയതിനു ശേഷവും തന്റെ ശത്രുവിനെ സന്തോഷിപ്പിച്ച് ആകർഷിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അവൾ മുഖം മിനുക്കിക്കൊണ്ട് കണ്ണെഴുതിക്കൊണ്ട് ഒരുങ്ങി അവിടെ ഇരിക്കാനിടയായി. അപ്പോൾ ആ ശത്രു ഇവളെ മാളികയിൽ നിന്ന് തള്ളിയിടാൻ പറഞ്ഞു. അവിടെ നിന്നിരുന്ന ഭൃത്യന്മാർ അപ്പോൾ തന്നെ അവളെ ജനലിൽ നിന്ന് തള്ളി താഴേക്കിട്ടു. അവൾ തല പൊട്ടി അവിടെ വെച്ച് തന്നെ മരിച്ചു. നായ്ക്കൾ വന്ന് അവളുടെ രക്തത്തെ നക്കി. ക്രൂരയായിരുന്ന ഇസബേൽ തൻ്റെ കുടുംബക്കാരെയും നഷ്ടപ്പെടുത്തി സ്വയം നശിച്ചുകൊണ്ട് ദൈവം തന്ന എല്ലാ അനുഗ്രഹത്തെയും നഷ്ടമാക്കുവാനും ഇടയായി. ഈ കാര്യപരിപാടി വീക്ഷിക്കുന്ന നിങ്ങളാരും തന്നെ ഇങ്ങനെയാകുവാൻ പാടില്ല എന്ന് പറയുന്നു. ദുഷ്ടനായിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ തന്നെ നേടിയെടുക്കുവാനും നിങ്ങളുടെ മക്കളെ ദൈവത്തിൻ്റെ ഭക്തിയിൽ വളർത്തിക്കൊണ്ട് വരുന്നതിനു വേണ്ടിയും ഈ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുക. നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിനു വേണ്ടി സമർപ്പിക്കൂ. ആ കർത്താവിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കൂ. നിങ്ങളിലെ എല്ലാ ദുഷ്ടതയും അവൻ തന്നെ എടുത്തുമാറ്റും. ആ നീചമായ സ്വഭാവത്തെ എടുത്തുമാറ്റും. സ്വാർത്ഥമായ സ്വഭാവത്തെ എടുത്തുമാറ്റും. തെറ്റായ സ്വഭാവങ്ങളെല്ലാം തന്നെ ദൈവം എടുത്തുമാറ്റും. ലോകപ്രകാരമുള്ളതായ നിങ്ങളുടെ പലവിധമായ പെരുമാറ്റവും സംസാര രീതിയുമെല്ലാം അവൻ എടുത്തുമാറ്റും. നിങ്ങളുടെ ഹൃദയത്തെ അവൻ ശുദ്ധീകരിക്കും. നിങ്ങളുടെ ജീവിതം കൊണ്ട് അനേകർക്ക് അനുഗ്രഹമാകത്തക്ക വണ്ണം അതുപോലെ നിങ്ങളുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുവാനും നിങ്ങളുടെ ഭർത്താവിനെ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് കൊണ്ടുവരുവാനും ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാനും ആവശ്യമായ ശക്തി നിങ്ങൾക്ക് ദൈവം നൽകും. കുടുംബം നഷ്ടപ്പെട്ടു പോകും മുമ്പേ, നിന്റെ കുടുംബത്തിൽ മരണം വരുന്നതിന് മുൻപേ നിങ്ങൾക്ക് വേണ്ടി പ്രാണൻ നൽകിയ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ നൽകുന്ന സമാധാനത്തെയും സ്വസ്ഥതയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുക. ഈ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ നടക്കും. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ വിശുദ്ധ വചനം ധ്യാനിച്ചതായ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ തലകളെ വണക്കി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് അങ്ങിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതായ സകല കുടുംബങ്ങളെയും നീ ഇന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ഇന്നൊരുപാട് കുടുംബങ്ങൾ ഛിന്നഭിന്നമാകുന്നു. മക്കൾ നാശത്തിലേക്ക് വഴി നടക്കുന്നു. അഹാബിനെ പോലെയും ഇസബേലിനെ പോലെയുമുള്ള മാതാപിതാക്കളെ ഇന്ന് നീ ദർശിക്കുമാറാകണമേ. മക്കളെക്കുറിച്ച് ഉത്തരവാദിത്തമില്ലാത്തവരായിട്ട്, കുടുംബത്തെക്കുറിച്ച് ഉത്തരവാദിത്തമില്ലാത്തവരായി ജീവിക്കുന്ന എല്ലാ വ്യക്തികളെയും നിന്റെ കരങ്ങളിലേക്ക് ഈ സമയത്ത് ഏൽപ്പിക്കുകയാണ്. ആത്മഹത്യ ചെയ്യുന്നതുകൊണ്ട്, പരസ്പരം കൊല്ലുന്നതുകൊണ്ട്, ചീട്ട് കളിക്കുന്നതുകൊണ്ട്, മദ്യത്തിന് അടിമകളായിരിക്കുന്നതുകൊണ്ട്, പ്രേമമെന്ന് പറഞ്ഞ് പരസ്പരം കൊല്ലുന്ന രീതിയിലേക്ക് പാപം ചെയ്യുന്ന വ്യക്തികളാകുന്നതുകൊണ്ട് ഇന്ന് അനേകം ആളുകൾ നശിച്ചു പോകുന്നതുകൊണ്ട് അങ്ങനെയുള്ള മക്കളെയെല്ലാം നേരെയാക്കുന്നതിനായിട്ട് മാതാപിതാക്കളായിരിക്കുന്ന ഞങ്ങളെല്ലാം സഹായിക്കുമാറാകണമേ. ഭർത്താവിൻ്റെ ഭാര്യയുടെ ഉത്തരവാദിത്തം അവരവർ തന്നെ നിറവേറ്റിക്കൊണ്ട് നീ കൊടുത്തിരിക്കുന്ന മക്കളെ ദൈവത്തോടുള്ള ഭയത്തോടെ ഭക്തിയോടെ വളർത്തി വലുതാക്കുവാൻ സഹായിക്കുമാറാകണമേ. തകർക്കപ്പെടുന്ന കുടുംബങ്ങളെ, പോരാട്ടത്തിൽ നാശത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ, അങ്ങനെ പിശാചിന്റെ പിടിയിലായിരിക്കുന്നതായ സകല കുടുംബങ്ങളെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിടുവിക്കുമാറാകണമേ അപ്പാ. കാൽവരി ക്രൂശിലെ രക്തത്തെ ഒഴുക്കിക്കൊണ്ട് എല്ലാ കുടുംബങ്ങളെയും നീ വിടുവിക്കുമാറാകണമേ. പ്രത്യേകിച്ച് കുടുംബങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നതായ സന്ദേശം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെ നീ 100 മടങ്ങ് അനുഗ്രഹിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. സ്നേഹം, ദിവ്യ സ്നേഹം, സ്നേഹം, ദിവ്യ സ്നേഹം. പ്രശ്നത്തിലായിരിക്കുന്നുവോ, പ്രതികൂലത്തിലായിരിക്കുന്നുവോ, ഭാര്യാഭർത്താക്കന്മാരായിരിക്കുന്ന നിങ്ങളുടെ ഇടയിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥയാണോ? യേശു നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടത മാറ്റും, പ്രതികൂലങ്ങളെ മാറ്റും, എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോൺ ചെയ്ത് ഞങ്ങളെ വിളിക്കുക. കർത്താവിൻ്റെ സന്നിധി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ഹിതമെങ്കിൽ വീണ്ടും കാണാം. അപ്പോൾ വരെ ദൈവത്തിൻ്റെ മഹാകൃപ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കട്ടെ. യേശുവേ
നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ